പരിശുദ്ധമായ മുഹറം മാസത്തിലെ നോമ്പാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മുഹറം മാസത്തിലെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെയുള്ള മുഹറം മാസത്തിൽ നോമ്പെടുക്കൽ അഫ്ളലാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുഹറം മാസത്ത് നോമ്പെടുക്കുന്നവന്റെ ഒരു കൊല്ലത്തെ ചെറുപാവങ്ങൾ പുറത്തു കിട്ടുമെന്ന്. മഹാനായ പ്രവാചകൻ മക്കയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് ജൂതന്മാർ നോമ്പെടുക്കുന്നതായി കണ്ടു. അപ്പോൾ പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫിർഔനിനെ അള്ളാഹു വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണിത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെക്കാളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അടുത്ത വർഷത്തെ 9-നും 10-നുമുള്ള നോമ്പ് ഞാൻ എടുക്കുമെന്ന്. പക്ഷേ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് തന്നെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം പറഞ്ഞ് പ്രവാചകൻ വിട പറഞ്ഞു.